ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാനൊരു തമിഴ്നാട് സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഒരു സ്വീറ്റ് റെസിപ്പി. ഇതിനായിട്ട് ഞാൻ ഒരു മിക്സി ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരികിയതും 1/2 ടീസ്പൂൺ ഏലക്കായും കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് അടിച്ചെടുക്കണം കേട്ടോ. ഇപ്പം നമുക്ക് തേങ്ങാപ്പാൽ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർക്കണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഒരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ ഒരു പാത്രത്തിലേക്ക് 1/4 കപ്പ് തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ഏലക്കായപ്പൊടി, 2 ടേബിൾ സ്പൂൺ ശർക്കര പൊടിച്ചതും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു ഭാഗത്തേക്ക് നീക്കി വയ്ക്കാം. ഇനി വേണ്ടത് ഒരു പാത്രത്തിലേക്ക് 1/4 കപ്പ് ചവ്വരി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. പിന്നെ ഇതിലേക്ക് നന്നായിട്ട് തിളപ്പിച്ച വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. പുട്ടിനൊക്കെ നമ്മൾ നനയ്ക്കണ പോലെ എല്ലാവിടെയും വെള്ളം എത്തിയിട്ട് നന്നായിട്ട് നനച്ചെടുക്കണം കേട്ടോ. ആവശ്യത്തിന് ചൂടുവെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഒരുമിച്ച് വെള്ളം ഒഴിക്കണ്ട കേട്ടോ. കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കുക. അതേപ്പോൾ കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് ഇപ്പോൾ ഒരു നന്നായിട്ട് അതെല്ലാവിടെയും നനഞ്ഞ് വരണ ഒരു പാകമായിട്ടിരിക്കണം. ഇപ്പോൾ ഇതെല്ലാം നനഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ ഇതേ 15 മിനിറ്റിന് ശേഷം ഞാനിത് എടുത്ത് നോക്കിയപ്പോൾ ഇത് നല്ല കട്ടിയായിട്ടിരിക്കുന്നുണ്ട്. കണ്ട, ഇതിന് നമ്മൾ സ്പൂണ് വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കൈ വെച്ചിട്ടോ ഉടച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും നല്ല ചൂടായ വെള്ളം തന്നെ ഇതിലേക്ക് ഒഴിച്ചിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ നനച്ചു കൊടുക്കുക. എല്ലാ വശത്തും നനവ് കിട്ടുന്ന വിധം നനച്ചു കൊടുക്കണം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴയ്ക്കണ പോലെ നന്നായിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. അതായത് ഇതുപോലെ കുഴച്ചിങ്ങനെ എടുക്കണം. കൈ കൊണ്ട് ചെയ്യാവും എളുപ്പം, അതാവും വേഗത്തിൽ ശരിയാവുക. എന്നിട്ട് ഇതേ വീണ്ടും നമ്മളിത് 15 മിനിറ്റ് നേരം വീണ്ടും റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, ഇപ്പോൾ എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ ചോറൊക്കെ കുഴക്കില്ലേ, ചോറ് കുറച്ച് വെള്ളം ചേർത്ത് കുഴച്ച ആ ഒരു പരുവത്തിലാണ് ഇത് എടുക്കുന്നുണ്ടാവുക. ഇതിപ്പോൾ നമുക്ക് ഉരുളയാക്കി പിടിക്കാനൊക്കെ സുഖമാണ് കേട്ടോ. ഇതുപോലെ നമ്മളിത് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാം കേട്ടോ. ഇപ്പം നമ്മുടെ മിക്സ് ഇവിടെ ശരിയായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ കയ്യിൽ നല്ല വെളിച്ചെണ്ണയാണ് കേട്ടോ പുരട്ടിയിരിക്കുന്നത്. എന്നിട്ട് ഇത് നല്ല ബോൾസ് ആക്കിയിട്ട് എടുക്കണം. അതിനായിട്ട് ഞാൻ ഒരു കയ്യിൽ ഒതുങ്ങണ വലുപ്പത്തിലുള്ള ഒരു ബോൾ ഷേപ്പിലാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അത് നമ്മുടെ ഉള്ളം കയ്യിൽ വെച്ചിട്ട് അടിവശം ഒരു കുഴി പോലെയായിട്ട് പരത്തിയെടുക്കുക കേട്ടോ. ഇതുപോലെ കോഴിക്കോട്ടേക്കൊക്കെ നമ്മൾ ചെയ്തെടുക്കില്ലേ, അതുപോലെ ഇത് ഇങ്ങനെ അടിവശം ഒരു കുഴി പോലെ ആക്കിയിട്ട് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് ഇതേ നമ്മുടെ ഈ നാളികേരത്തിൻ്റെ ശർക്കരയുടെയൊക്കെ മിക്സില്ലേ, അതൊരു കുഞ്ഞ് നെല്ലിക്ക വലുപ്പത്തിൽ ബോള് പോലെ ഉരുട്ടിയെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഉരുട്ടിയെടുത്ത ഉരുള ഇതിൻ്റെ നടുക്കിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ചുറ്റും വശവും കൂടിയിട്ട് നമ്മളിത് ഒരു ബോൾ ഷേപ്പിൽ ഉരുട്ടിയെടുക്കണം കേട്ടോ. ഈ പലഹാരം നമ്മുടെ തമിഴ്നാട്ടിലൊക്കെ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പലഹാരമാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. പിന്നെ ഇടയ്ക്ക് വരുന്ന ഈ ഓട്ടകളൊക്കെ കാണുന്നത് നമ്മൾ ഈ ചവ്വരി വെച്ചിട്ട് തന്നെ ആ ഗ്യാപ്പൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് നല്ല ബോൾ ഷേപ്പിൽ അത് ഉരുട്ടി എടുക്കണം കേട്ടോ. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ നമുക്കിത് കൊടുക്കാൻ പറ്റുന്ന പലഹാരമാണ്. പിന്നെ ഒരു ഇഡ്ഡലി തട്ടിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതെല്ലാത്തിലും പരട്ടിയ ശേഷം നമുക്ക് ഈ ചവ്വരിയുടെ ബോൾസ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് സ്റ്റീം ചെയ്തിട്ട് എടുക്കാം. ചൂടായി കിടക്കുന്ന സ്റ്റീമറിലേക്ക് ഞാനിത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇത് വേവിച്ചെടുക്കണം കേട്ടോ. ഇപ്പം നമ്മുടെ ചവ്വരി ബോൾസ് റെഡി ആയിട്ടുണ്ട്. ചവ്വരി ഉണ്ടാന്നാണ് കേട്ടോ ഇത് തമിഴ്നാട്ടിലൊക്കെ പറയുക. അപ്പോൾ ചവ്വരി ഉണ്ട റെഡി ആയിട്ടുണ്ട്. വളരെ സോഫ്റ്റാണ് കേട്ടോ. തൊടുമ്പുഴിക്ക് അതിങ്ങനെ ഞെങ്ങി പോകുന്ന ഒരിതാണ്. കഴിക്കാനും രസമാണ്. ഇതെങ്ങനെ കഴിക്കുക വെച്ചാൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച നാളികേരപ്പാലില്ലേ, ആ പാൽ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് വേണം ഇത് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ.